പ്രായമായ മാതാപിതാക്കളുടെ കയ്യിൽ ഒരു പൈസ വെച്ച് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചോദ്യമോ പറച്ചിലോ അല്ല ഇത്. ഒരു പക്ഷേ നമ്മളുടെ ജീവിത തിരക്കുകളുടെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും നമ്മുടെ ഓരോ അധ്വാനിച്ച് നമ്മുടെ കുടുംബം പോറ്റാനുള്ള ആ ഒരു വ്യഗ്രതയിൽ ഓട്ടത്തിലും പാച്ചിലും ഒക്കെ ചില സമയത്ത് മറന്നു പോയെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം അത്യാവശ്യമായിട്ട് പാണത്തൊരു ഭാഗത്തേക്ക് ഒരു വഴി ഞാൻ പോകുമായിരുന്നു. അപ്പോൾ 18-ാം മൈൽ കഴിഞ്ഞപ്പം ഒരു പ്രായമുള്ള ഒരമ്മ വളരെ കഷ്ടപ്പെട്ട് നടക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അവർ കുറച്ച് ദൂരെ നിന്നങ്ങാണ്ട് നടന്നു വരുക. ഏകദേശം അവർക്ക് എത്തേണ്ട ഇടം എത്തിയ പോലെ എത്തേണ്ട സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു. അവിടെ നിന്ന് എങ്ങോട്ടോ പോകാനാണെന്ന് എനിക്ക് തോന്നി. അവരുടെ ആ നടപ്പും മട്ടും പാവമൊക്കെ കണ്ടപ്പോൾ അവരുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്. മുഷിഞ്ഞ വലിയ പത്രാസല്ലാത്ത ഒരു സാരിയൊക്കെയാണ്. വാർദ്ധക്യത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നടപ്പിൽ എനിക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ വണ്ടി നിർത്തി അടുത്ത് എത്തുന്നത് നോക്കി നിന്നു. അന്നേരം എൻ്റെ കീശയിൽ ഒരു 100 രൂപ കാശ് ഞാൻ കണ്ടു. അപ്പം ഞാൻ വേഗം ആ പൈസ എടുത്തിട്ട് ഇവരുടെ നേരെ വെച്ച് നീട്ടി. ആ അമ്മ ആ പൈസ വാങ്ങി സന്തോഷത്തോടെ അവരുടെ മുഖത്ത് കണ്ട ഒരു ചിരിയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും നിറഞ്ഞ് കണ്ണും നിറഞ്ഞു. കാരണം അന്നേരം എനിക്ക് മനസ്സിലായി ആ അമ്മയുടെ കയ്യിൽ കാര്യമായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ 100 രൂപ കാശും കൊടുത്ത് ഞാൻ ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല. ആ അമ്മ ആ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുന്ന കണ്ടു, ഞാനങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അന്നേരം ഞാൻ ഓർത്തു, ഈ കാര്യമൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. അപ്പം നമുക്കൊക്കെ വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ആയുഷ്കാലം മുഴുവൻ നമുക്ക് വേണ്ടി ചോരയും നീരുമാക്കിയിട്ട് നമ്മളെയൊക്കെ വാരിത്തന്നും ഊട്ടിയും കഴുകിച്ചും ഡ്രസ്സൊക്കെ വാങ്ങിത്തന്നും തേച്ചും ഇടിച്ചും അലക്കിയും ഒക്കെ നമ്മളെയൊക്കെ ആളാക്കി വിട്ടു. അവർക്ക് അധ്വാനിക്കാനും കൈക്കും കാലിനും ബലമില്ലാതെ അവർ ഇരുന്ന് പോയ അല്ലെ കിടന്നു പോയ സാഹചര്യത്തിൽ അവരുടേതായിട്ട് എന്ന് പറയാനായിട്ട് ഒരു പൈസ അവരുടെ കയ്യിലില്ല. അപ്പം നമ്മൾ മക്കൾ കൊടുത്താലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകുകയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പല അമ്മമാരും ചിലപ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാകുകയില്ല. ഇപ്പോൾ നമ്മൾ മക്കളോട് പറയുമ്പം പലപ്പോഴും മക്കൾ പറയും, അമ്മയ്ക്ക് തന്നെ അവിടെ കുറവ്, അല്ലെ പപ്പായ്ക്ക് തന്നെ കുറവ്, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുണ്ട്. മരുന്നിന് മരുന്ന്, ഡ്രസ്സ് എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ലല്ലോ. ശരിയാണ്, നിങ്ങളൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ വീട്ടിൽ കൂടെ ഒരു പാത്രക്കാരൻ വന്നാൽ ആവശ്യമില്ലെങ്കിൽ പോലും വന്ന് വർത്താനമൊക്കെ പറയുമ്പം വീട്ടിലുള്ള പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒന്നും ഒറ്റയൊക്കെ പെറുക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരാഗ്രഹമാണ് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. ആ അമ്മയുടെ പൈസ ഉണ്ടോ? ഇനി ഇച്ചിരി മീനും കൊണ്ട് അതിലേ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അമ്മയ്ക്ക് തോന്നും വേണ്ടിയിട്ടായിരിക്കില്ല, എന്നാൽ പോലും ഒരു ഇച്ചിരി മീനൊക്കെ വാങ്ങണം, അവരോടൊരു കുശലാന്വേഷണം നടത്തണം. കൈ പൈസ ഇല്ലെങ്കിൽ പറ്റുമോ? അപ്പം ഇതേപോലെ പല കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ അപ്പനും അമ്മയും അതുപോലെ അപ്പനാണേലും പുറത്തൊക്കെ ഇറങ്ങി ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കുകയും മറ്റുള്ള കൂട്ടുകാർക്ക് ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കാണും. അപ്പം നമ്മൾ വലിയ എമൗണ്ടുകളൊന്നും അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തില്ലെങ്കിലും ഒരു 100 രൂപയോ 200 രൂപയോ ഒരു 500 രൂപ നമ്മുടെ ആവതിനനുസരിച്ചിട്ട് ഒക്കെ വെച്ച് കൊടുത്താൽ അവരുടെ മനസ്സെന്നറിയും. അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അവർ നടത്തും. അപ്പം ചില സാഹചര്യങ്ങളിലും ചില സമയങ്ങളിലും ഒക്കെ നമ്മൾ ചിലപ്പം വിട്ടുപോകാനും മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതണം ഈ വീഡിയോ.